പെണ്ണുങ്ങൾ എന്നെയാ പിടിക്കാറ്, ഞാൻ പെണ്ണുങ്ങളെ പിടിക്കാറില്ല. ഇവിടുന്ന് വ്യത്യാസം കണ്ടോ? പെണ്ണ് നോക്കരുതൊന്ന്, നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചു നോക്കുമെന്ന്. പിന്നെ നിങ്ങൾ ആണുങ്ങളെ സന്തോഷിപ്പിക്കാനല്ലേ ഞങ്ങള് നോക്കിയ കുഴപ്പം. ഷൈൻ ചേട്ടന്റെ ഇന്റർവ്യൂ എനിക്ക് ഓർമ്മിപ്പിച്ചു. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് കേട്ടോ. എനിക്ക് മയിലാണ്. അല്ല, എനിക്കറിയാം. ഞാൻ അവർക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ്. ഞാനിപ്പോ ഇക്കായി വിളിച്ചിരുത്തിയിട്ട് എന്റെ അഭിപ്രായം പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് അവിടെ വെച്ച് പറയോ അറസ്റ്റ് ചെയ്യുവാ? ചേക്കാട് എല്ലാ ചിന്താഗതികളോടും ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ പലപ്പോഴും ആ വിഷയം ചെയ്യത്തില്ല. വ്ളോഗേഴ്സിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് പ്രമുഖരായിട്ടുള്ള പല ആളുകളുടെയും പല കാര്യങ്ങളും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ. ഓക്കെ, അടുത്ത പോസ്റ്റ്. പ്രമുഖ യൂട്യൂബർ അൽത്താഫിനെതിരെ 100ഓളം യുവതികളുടെ പരാതി. കൊതിപ്പിച്ച് കടന്നു കളഞ്ഞെന്നാണ് പരാതി. അത് സത്യമാ. ഇപ്പൊ 100 അല്ല, 1000 1000 ഒക്കെ ഉണ്ട്. റിയൽ ന്യൂസ് ആണ്. അതിന്റെ സൈഡ് ഇങ്ങോട്ട് എടുക്കുക, അത് സൈഡ് എടുക്ക്. ഇത് നോക്കണ്ടേ വ്യക്തമായിട്ട്? MA ന്യൂസ്. MA മാമ ഇങ്ങോട്ട് ഇതൊന്ന് സൂം ചെയ്ത് നോക്കണം കുട്ടി. ഇത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ട കണ്ട ഇത് എന്റെ എല്ലാം എന്തെങ്കിലുമൊക്കെ കാണും. അത് അതിനകത്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ, സൈഡിൽ എടുത്തിട്ട്. ആരും കണ്ടു കാണത്തില്ല. എന്നെ ഒക്കെ ഞാൻ തന്നെ ധാരാളം എന്ന് സ്വന്തം ഞാൻ. അതൊക്കെ രസമല്ലേ? കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു പിന്നെന്താ? എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്നെ കണ്ടു ഞാൻ പല വീട്ടിലൊക്കെ കൊതിപ്പിച്ച് കളഞ്ഞിട്ട്. ആരും ഇങ്ങനെ ന്യൂസ് എടുക്കാത്തോണ്ട് സ്വന്തമായിട്ട്. പിന്നല്ലാതെ കൊടുക്കുന്നില്ല. എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്തോ അത് നമ്മള് ഒരു വിഷയത്തിന്റെ അത് പക്ഷേ ഫേക്ക് ന്യൂസ്, ഫേക്ക് കേസായിരുന്നു. ഹരിതകർമ്മസേനയുടെ ഒരു വാർത്ത വന്നു. അതായത് നമ്മുടെ വീട്ടിൽ കാശ് മേടിക്കാൻ പറ്റുന്നുണ്ടല്ലോ, കാശല്ല പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് അവർക്ക് കാശ് കൊടുക്കണ്ട എന്നുള്ളൊരു വാർത്തയായിരുന്നു. അവകാശ നിയമപ്രകാരം തപ്പിയപ്പോൾ ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്തു. അതായത് ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ട്, ഇത് നിങ്ങൾ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത് ഞാൻ അവർക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ്. എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെ വെച്ച് പറയും അറസ്റ്റ് ചെയ്യുവാന്ന്. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന കുറേ മാധ്യമങ്ങൾ പുറത്ത് വരുന്നു, എന്നെ എല്ലാവരെയും മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഞാൻ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. SA എന്ന് പറയാൻ വളരെ മാന്യം ഞങ്ങളുടെ ഓച്ചറല്ലേ. മോനേടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പം നമുക്ക് ജാമ്യം കിട്ടും. എന്നിട്ട് എന്തോ ഞങ്ങളുടെ പഞ്ചായത്ത് പഴയ മെമ്പറൊക്കെ വന്ന് ഞങ്ങൾ വട്ടത്തിലൊക്കെ കസേരയിൽ ഇരുത്തി എന്നെ അപ്പം തന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അത് അത്ര ചെയ്തിട്ട് പോലെ എനിക്ക് ഒന്നും വന്നില്ല, അത് മനസ്സിലായില്ലേ? എവിടെയും വന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ ചില രീതികളുടെ, നമ്മൾ അത്രത്തോളം അവിടെ അതായിട്ട് നിൽക്കുന്നുണ്ടാ. നാട്ടിലാണെങ്കിലും അല്ല, നമ്മളങ്ങനെ വാളി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ അല്ലേ മൊത്തത്തിൽ അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെ കേസ് വന്നിട്ട് ഒരു ഇതായിട്ടില്ല. അതാ ഞാൻ പറയാം, അതാ സ്വന്തമായിട്ട് ഇതെങ്കിലും ഇട്ട് കൊടുത്തത്. അങ്ങനെ അസുഖക്കായിട്ട് ഷെയർ ചെയ്യുന്നോണ്ട് അവൻ അകത്തായെന്ന് പറഞ്ഞ രീതിയിൽ. ഇതെന്താ ശരിക്കും അറ്റൻഷന് വേണ്ടി സീക്കിങ്ങിന് വേണ്ടി ചെയ്ത. പക്ഷെ ആ സമയത്ത് എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു. മറ്റേത് കുറെ പേരുടെ ഹണി ട്രാപ്പ് വിഷയം വന്നായിരുന്നു. ആ സമയത്ത് ഇട്ടതാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു ഫ്രണ്ടിന്റെ ഒരു ഇൻസിഡന്റ് അറിഞ്ഞു. ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇപ്പം ഇക്കാടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റിയിട്ടാണ് ഒരു ഇൻസിഡന്റ് അറിഞ്ഞത്. അതിന് റിയാക്ട് ചെയ്യാൻ പോവാ. അപ്പം ആ ഫ്രണ്ടിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വെച്ചോ, എങ്ങനെയായിരിക്കും അതിന് വേണ്ടി റിയാക്ട് ചെയ്യുക? ഞാൻ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ പലപ്പോഴും ആ വിഷയം ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നും ഞാൻ കേരളത്തിൽ കാണുന്ന മൊത്തം വിഷയങ്ങളും ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്ന മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ ചോദിക്കും നീ എന്തോ? ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ 5 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കാശിന് വേണ്ടി കണ്ടതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്ക് തോന്നണം ആ വിഷയത്തിൽ ഇതുണ്ടത്. ഇപ്പൊ എന്റെ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ചെയ്യത്തില്ലെന്ന് പറയാൻ കാര്യം എന്റെ സുഹൃത്തുക്കളിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നത്തില്ലാത്ത കാര്യം ചില കേസുകൾ മാത്രം അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള കേസുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ അധികം ചെയ്യത്തില്ല. അല്ല, ഞാൻ എല്ലാ വിഷയം ചെയ്യുന്ന ആളാണെന്ന് കുഴപ്പമില്ല. ഞാൻ 24/7 എല്ലാ വിഷയങ്ങളും ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഓക്കെയാ. ഇതിപ്പോ എന്തെങ്കിലും ഭയങ്കര അപരാധമാണെങ്കിൽ ഓക്കെ കേട്ടോ. ചെറിയ കാര്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. വലിയ എന്തെങ്കിലും അപരാധമാണ് അവൻ കാര്യം അല്ലെങ്കിൽ അവള് കാരണം ഒരു വലിയ പ്രശ്നം സ്കാം നടന്നിട്ടുണ്ട് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വിഷയം. ഞാൻ പറഞ്ഞത് അതല്ല, ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലാത്ത വലിയ സമൂഹത്തിൽ സംസാരിക്കേണ്ട വരും. ഞാൻ അങ്ങനത്തെ വിഷയം ഒന്ന് ചോദിച്ചേ, കേരളം മുഴുവൻ കത്തുന്ന വിഷയങ്ങളാണോ ചോദിച്ചേ? അല്ല, ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിന്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തെറ്റാന്ന് തന്നെ പറയാം, ഒരു സംശയമൊന്നുമില്ല. അല്ല, ഞാനായിട്ട് ആ വിഷയത്തെ മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യത്തെ കൊണ്ടുവന്ന് കാണിച്ച് അങ്ങനെ ഒരു ഇതില്ലെന്ന് പറയാം. അത് ഞാൻ കഴിവതും അവരുടെ പേഴ്സണൽ വിഷയസ് പറഞ്ഞു തീർക്കുകയല്ലേ ചെയ്യണ്ടേ. രണ്ടുപേരും തമ്മിലുള്ള വിഷയങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുകയല്ലേ. ഞാൻ അതിന്റെ സോഷ്യൽ മീഡിയ കൊണ്ടിടുന്നത്. ഇവിടെ പലപ്പോഴും അങ്ങനെ സംഭവിക്കണ്ട. വിളിച്ചൊന്ന് പറയേണ്ട കാര്യമുള്ളൂ അവരോട്. ഇല്ലെ അവളോട് വിളിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാ നീ അങ്ങനത്തെ. ഉദാഹരണം ഞാൻ പറയാം, ഇവിടെ സ്കാം ഗെയിമുകൾ പലരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ വന്ന് എന്റെ സുഹൃത്തുക്കൾ പലരും ചെയ്തു. ഞാൻ വിളിച്ചു പറഞ്ഞാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട് എനിക്ക് വീഡിയോ ചെയ്തുകൂടെ? പലരും വീഡിയോ ചെയ്യുന്ന എന്താ കണ്ടന്റ് അത് റീച്ചുള്ള ആളെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പൊ നൈസായിട്ട് അവനെ ഒന്ന് ഊക്കിയേക്കാം, അല്ലെ അവളെ ഊക്കിയേക്കാം. ഞാൻ വിളിച്ചു പറഞ്ഞേ ആ വീഡിയോ ഇത് ഇഷ്ടമല്ല. അപ്പൊ അവരുടെ ആണോ ശരി ഡിലീറ്റ് ചെയ്തേക്കാൻ വേണ്ടിയിട്ട് 2 പേര് പറഞ്ഞു. അപ്പൊ ഞാനതല്ലേ ചെയ്യണ്ടേ? അപ്പൊ അവരെ എന്തിനാ ഞങ്ങൾ സമൂഹത്തിൽ എനിക്ക് റീച്ചല്ല, അങ്ങനത്തെ റീച്ചല്ലല്ലോ. അവരെ കൊണ്ടൊന്ന് ഊക്കി കിട്ടുന്ന റീച്ചല്ലല്ലോ വേണ്ടേ. അതുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞ് തിരുത്താന്നുള്ളതാണ്. എനിക്ക് അത് പറ്റാത്ത കേസിലാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടത്. എനിക്ക് ഒരു കണക്ഷൻ ഇല്ലാത്ത ആളാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്.
അതായത് സമൂഹത്തിൽ നിൽക്കുന്ന പൊതുവെ വന്ന ആളുകളുടെ. അപ്പൊ ഈ കണ്ടന്റ്സ് സബ്ജക്ട്സ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ചില കണക്ട് ആവുമല്ലോ, ഇതും ചെയ്യണം, ഇത് എന്തെങ്കിലും ഇതിലുണ്ട് എന്ന് തോന്നുന്ന വിഷയങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ എല്ലാം ഇപ്പൊ ഭയങ്കര റീച്ച് കിട്ടുന്ന ഒരു വിഷയങ്ങൾ വന്ന് നടക്കാന്ന് കേട്ടോ. ഇപ്പൊ എന്തോ അഹാന കൃഷ്ണയുടെ വിഷയം എന്തോ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ആ വിഷയം ദിയ സോറി ക്ഷമിക്കണം, ദിയ കൃഷ്ണയുടെ അതെന്തോ കത്തുന്ന വിഷയം തന്നെയല്ലേ. എനിക്ക് അതിലൊന്നും തോന്നിയിട്ടില്ല, ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല, എനിക്ക് തോന്നിയില്ല, ഞാൻ ചെയ്തില്ല. ഞാനല്ലല്ലോ ഇവിടുത്തെ കോടതി. അപ്പൊ അത് ചെയ്യുന്നവരെ ചെയ്തോളും. പക്ഷെ എനിക്കത് കണക്ട് ആയില്ല, ഞാൻ ചെയ്തില്ല. എനിക്ക് അതിനെപ്പറ്റി വിഷയത്തിന് ആഴത്തെ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോയില്ല. പക്ഷെ ആഴത്തെ ഞാൻ ഒരു വിഷയം കഴിവതും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിവ് കിട്ടിയില്ല, ചെയ്തില്ല. ചിലപ്പോൾ ചെയ്തുകൂടാന്നുമില്ല. ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കണക്ഷൻ തന്നു, അവർ ആരെങ്കിലും ഇരകൾ ഉണ്ടെങ്കിൽ വന്നാൽ അങ്ങനെയും ചെയ്തുകൂടാന്നുമില്ല. ഇപ്പൊ പല സബ്ജക്ട്സിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട്സിലേക്ക് റിയാക്ട് ചെയ്യുന്നത് ചിലപ്പം സീരിയസ് ആയിട്ട് തുടങ്ങി പിന്നെ തമാശകൾ കോമഡി ഒക്കെ കലർത്തി വരും. അത് നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള സാധനം. എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടം പണ്ട് മുതലേ. അപ്പൊ അത് പറഞ്ഞു വരുമ്പോ അങ്ങനെ ആയി പോകുന്നയാ. ഇത് തന്നെ എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടം. പക്ഷെ ഫസ്റ്റ് സീരിയസ് മൊത്തം ആയി പോയത് സീരിയസ് ആവുകയാ. ഇപ്പൊ തന്നെ ഒത്തിരി ടൈം ആയെന്ന് തോന്നില്ലേ, കട്ട് ചെയ്ത് കളയണം. പിന്നല്ലോ എന്റെ സ്വതസിദ്ധം ഒന്നും വന്നില്ല. എനിക്ക് എന്ത് പറഞ്ഞാലും എക്സ്ട്രീം ആയിട്ട് പറയണം. എനിക്ക് എന്തുവാ സീരിയസ് ആണെങ്കിലും ഫണ്ണാണെങ്കിലും കാമാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പറയണം. എനിക്ക് മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പറ്റുന്നില്ല. ആരോടായാലും എനിക്ക് തുറന്നു തന്നെ പറയണം. എനിക്കല്ലാതെ ഇങ്ങനെ എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് സെക്ഷലി വിഷയങ്ങളൊക്കെ സംസാരിക്കുമല്ലോ. അപ്പൊ ഇൻഡയറക്റ്റ് എനിക്കങ്ങനെ എനിക്ക് തുറന്നു തന്നെ സംസാരിക്കണമല്ല. അങ്ങനെയാണ് ആ വിഷയങ്ങളെല്ലാം എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് അടച്ചു വെച്ചൊന്നും ആരോടാണെങ്കിലും എനിക്ക് പറ്റത്തില്ല. അതായത് ഉമ്മച്ചാടെ രീതി ആയിരിക്കും. ഉമ്മ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാനുള്ള പറയും, മറച്ചു വെച്ചോണ്ട് സംസാരിക്കത്തില്ല. വീട്ടിലൊക്കെ എന്തെങ്കിലും ആരും ആക്രി പറക്കാൻ വരുന്നവരൊക്കെ ചിലപ്പം ചിലത് പറക്ക് ഉള്ള പോലെ തന്നെ പറയും, ഇത് എടുത്തോണ്ടോ അതെടുത്തോണ്ടല്ലേ വെച്ചിട്ട് ഓടാ എന്ന് പറയാനുള്ള അത് കാണിക്കും. കാരണം ഞങ്ങളുടെ വാപ്പ ഗൾഫിലായിരുന്നു. ഉമ്മച്ചായും ഞാനും 2 പെങ്ങന്മാരുമാണ്. അപ്പോൾ ഞങ്ങൾ അത്ര ഇതായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. പറയേണ്ടത് എടാ ഇറങ്ങി പോടാന്ന് പറയേണ്ട അടുത്താണെങ്കിൽ വീട്ടിൽ കയറി വരുന്നവരത്ത് ഉടായിപ്പാന്ന് തോന്നിക്കഴിഞ്ഞാൽ പോടാന്ന് പറയാൻ തന്നെ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടു തന്നെ ഞാൻ വളർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തും, അതായത് കുടുംബക്കാരുടെ അടുത്താണെങ്കിൽ തന്നെ ചേട്ടാനിയന്മാര് സഹോദരങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും ഈ പറയുന്ന തൊട്ട് അവർ അത് തിരുത്തേണ്ട പറഞ്ഞ് തിരുത്താനും എവിടെയാണെങ്കിലും കാര്യം പറയാനും അത് എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത്. ഡിപ്ലോമാറ്റിക് പരിപാടി എനിക്ക് പറ്റത്തില്ല, സൂചിപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ, ഞാൻ അവിടെ എനിക്ക് തോന്നി ഞാൻ പറയും. ഇപ്പൊ ഗ്രൂപ്പിൽ വരുന്നില്ല കുറച്ച് ദിവസമായിട്ട് മീറ്റിംഗ്, ഞാൻ അവരുടെ പേര് ആ കൂട്ടത്തിൽ എടുത്ത് പറയും. എനിക്കത് ഡിപ്ലോമാറ്റിക് പരിപാടി എനിക്ക് പലപ്പോഴും പറ്റാറില്ല. അത് ഡിപ്ലോമാറ്റിക് ആവണം, പക്ഷേ അങ്ങനെ പലയിടത്തും ആവണം. എനിക്കത് പറ്റത്തില്ല, എന്തുകൊണ്ടാണ് അറിയത്തില്ല. ചിലയിടത്ത് ചില സൂചിപ്പിച്ച് നിർത്തണം വെച്ചാൽ എനിക്കങ്ങനെ തോന്നാറില്ല. ഉള്ള പോലെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പരിപാടി ഇല്ല. അപ്പോൾ ഉള്ള അപ്പോൾ പറയുക കഴിയുക. ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ 2 എക്സ്ട്രീമിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് ഫീൽ ചെയ്യാറുണ്ടോ? ലൈക്ക് ഇക്കാടെ സ്വന്തം ക്യാരക്ടർ. ഇപ്പം നേരത്തെ പറഞ്ഞ പ്രോഗ്രസീവ് തോട്ട്സ്, അതേപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ എക്സ്പോസിങ്ങിന്റെ കാര്യത്തില് രണ്ടും 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല, അതിന് ഈ രണ്ടിന്റെയും കൂടെ ബ്ലെൻഡ് ആണല്ലോ എന്റെ റിസൾട്ട് വരുന്നത്. ഞാൻ അതിൽ പറഞ്ഞല്ലോ, അത് എന്റേതായ കാരണങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ പെണ്ണും തുണി മറച്ച് നടക്കണമെന്നല്ല, ശരീരത്തെ ഇന്റൻഷനലി എക്സ്പോസ് ചെയ്യല്ലേ എന്നാ പറയുന്നത്. അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ 2-3 സ്ത്രീകളുടെ പേര് ഞാൻ എടുത്ത് പറയാം, പേരല്ല. എക്സ്പോസ് മീൻസ് അവരുടെ ശരീരത്തിന്റെ പ്രത്യേക അവയവങ്ങൾ അവർ കാണിക്കുക, അത് വിറ്റ അവര് വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ വേറൊരു പെണ്ണ്, വേറെ പേര് എനിക്കറിയത്തില്ല, അവരും വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് അവരെന്താ അവിടെ മാർക്കറ്റ് ചെയ്യുന്നേ. അവരവിടെ അതിനൊന്നും യോജിക്കാത്ത, അതാ ചിലരെന്ന് എടുത്ത് പറഞ്ഞേ, അതിനെ യോജിക്കാത്ത. അല്ലാതെ എനിക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാവരും ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ് ഇടുന്നത്. അതിനൊക്കെ പിന്നെ അവരാരും എന്നോട് കൂട്ടുകൂടത്തില്ലല്ലോ. നമുക്കറിയാം, അവർ കംഫർട്ട്, അവർക്ക് നമ്മുടെ കണ്ണി നോക്കി, എനിക്ക് അവരുടെ കണ്ണി നോക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. പക്ഷെ മറ്റേത് ഇന്റൻഷനലി അവരെ ഹൈഡ് ഇല്ല. അവർ പറയണം ഓക്കെ ഞങ്ങളെ ഞങ്ങളുടെ ശരീരം വിറ്റാ ജീവിക്കുന്നത്, ഇത് അതല്ല. എന്നിട്ട് ഇതെല്ലാം വന്ന് കാണിക്കുക, അതിൽ ചോദ്യം ചെയ്ത് ചീത്ത വിളിച്ചാൽ അവർക്ക് നീ മറ്റേ അമ്മയെ പോടാൻ മറ്റേ അതായത് അപ്പൊ അവരല്ലേ ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ മാർക്കറ്റിംഗ് അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട്, കാശും കിട്ടുന്നുണ്ട്. നമ്മളിരുന്ന് പറയുന്ന പോലല്ല, അവർക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയുന്നു എന്നുള്ളതാണ്. പലർക്കും തോന്നിയിട്ടുണ്ട്, പലരും കമന്റിലൂടെ ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഏതിനും കമന്റിൽ ഒരു മര്യാദ കാണിക്കുക എന്നുള്ളതാണ്. പറ്റുന്നില്ല, 2 തവണ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, കാണാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ചോദിക്കുന്ന കാര്യം ഞാൻ പറയുന്നതിന് അപ്പോൾ അവർക്ക് ചോദിക്കാം. ഇപ്പോൾ പബ്ലിക്ലിയാണ് വരുന്നത്, പ്രൈവറ്റ്ലി അല്ല, പബ്ലിക്ലി വരുന്നുണ്ട്. അത് കാണുന്ന പല ആളുകളും. അപ്പോൾ അവർക്ക് മനഃപൂർവ്വം ഇന്റൻഷനലി മാർക്കറ്റ് ചെയ്യുന്നത് ഇതാണ്. നമുക്ക് നമ്മുടെ തോട്ടിനെ മാർക്കറ്റ് ചെയ്യാം, നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻസിനെ, നമ്മുടെ സംസാരത്തിനെയും ലാംഗ്വേജും എല്ലാം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പോലും അറിയാതെ കിട്ടിയ നമ്മുടെ ഈ ശരീരം, അതിനെ ഈ വേറെ രീതിയിലൊക്കെ മാർക്കറ്റ് ചെയ്യുക. ചിലരുടെ ഡിസേബിലിറ്റി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് പറയാൻ പറ്റാത്തതാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അവരുടെ ജനിക്കുമ്പോൾ ചില ഡിസേബിലിറ്റി ഉണ്ട്, അതിനെ പലരും ഇപ്പം ചിലർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ മലയാള സിനിമയില് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നല്ലോ, അതിനെ പറ്റിയിട്ട് എന്താ? ഇപ്പം അത് മൊത്തത്തിൽ കുറേ പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പല ആളുകൾക്കെതിരെ ആരോപണങ്ങളും, നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണം തെളിഞ്ഞു.
തള്ളിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നത്. ഇതിനെല്ലാം എങ്ങനെയാന്ന് നോക്കി കാണുന്നു? അല്ല, അതിൽ പറ്റിപ്പോയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഒരു കുറച്ച് പേജ് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ അതിന് ഇവർ തന്നെ കാണിച്ചൊരു ഇതെല്ലാം ഗവൺമെന്റ് ഓൾറെഡി അറിയാമായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അത് പർപ്പസ്ഫുള്ളി വേറെ എന്തെങ്കിലും കേസാണെങ്കിൽ സ്വമേധയാ കേസ് എടുക്കും. സഞ്ജു ടെക്കിയുടെ വണ്ടി റോഡിൽ ഓടിച്ച കാര്യം അപ്പം തന്നെ എടുത്ത് അവൻ ലൈസൻസ് കട്ട് ചെയ്ത് കളഞ്ഞ ടീമാണ്. ഇങ്ങനത്തെ വലിയ വിഷയങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു അറിയത്തില്ല. പേര് സഹിതം അതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ അതിലൂടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ളവർക്ക് പലർക്കും ഇപ്പം നിവിൻപോളിയുടെ കേസ് പക്ക ഫേക്കാന്ന് വന്നു, അയാളെ വെറുതെ വിട്ടു. അപ്പൊ ആ പെണ്ണിനെ എതിരെ കേസ് എടുക്കുകയും അവരെ വലിച്ചു കീറുകയും ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ എവിടെയും കണ്ടില്ല. അവിടെ ഒരു ആണിനുണ്ടാവുകയെന്ന് വലിച്ചു കീറാൻ തയ്യാറാ അപ്പം തന്നെ. അപ്പൊ അതുകൊണ്ട് പ്രശ്നം പറ്റിയത് പറഞ്ഞാൽ ഇവിടെ ജെന്യൂൻ ആയിട്ടുള്ള പലതും ഇനി പറഞ്ഞാൽ പോലും അവരും വിശ്വസിക്കത്തില്ല. അതാണ് അതിനകത്ത് എനിക്ക് പറ്റിപ്പോ ഒരു വിഷമം തോന്നിയതാണ്. ഞങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു ഹേമ കമ്മിറ്റി വേണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. സ്ത്രീകൾ വരരുത്, എന്റെ ആരും പറയരുത്. പഴയത് സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു പെണ്ണിനെ പിടിച്ചെന്നുള്ള കേസൊന്നും എനിക്ക് വരത്തില്ല. അതെനിക്ക് 100% ഉറപ്പുണ്ട്. പെണ്ണുങ്ങൾ എന്നെയാ പിടിക്കാറ്, ഞാൻ പെണ്ണുങ്ങളെ പിടിക്കാറില്ല. അയ്യോ അങ്ങനെ പറയത്തില്ല. അപ്പൊ പിന്നെ ഞാൻ ആണുങ്ങളെ പിടിച്ചെന്ന് പറയും. ഞാൻ ആണുങ്ങളെ പിടിക്കത്തില്ല കേട്ടോ. ഈ വന്ന കാലത്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. പെണ്ണുങ്ങളെ പിടിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, പെണ്ണിനെ അല്ലേ പിടിച്ച്. ഞാൻ ആണിനെ പിടിച്ചെന്ന് എന്റെ അടുത്ത് ഒരുത്തം വന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് എങ്ങനെ തെളിയിക്കാൻ പറ്റുമോ? ഇല്ല, ആ ആരോപണം വന്നവിടെ കിടക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ പെണ്ണിനെ പിടിച്ചെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല, പണ്ണിനെ പിടിച്ചെന്ന് പറയില്ല. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. എനിക്ക് പെണ്ണുങ്ങളോട് മാത്രമേ താല്പര്യമുള്ളൂ. സ്ട്രൈറ്റ് ആണ്. അപ്പൊ അഥവാ അങ്ങനെ റിപ്പോർട്ട് വന്നാൽ കുറെ പേര് പിടിക്കപ്പെടും. പക്ഷെ അതിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലോ, ഫേക്ക് ആയിട്ട് വരുന്നവരുണ്ട്. ഹണി ട്രാപ്പും മറ്റേ മറിച്ചിട്ട് നടക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ സത്യസന്ധമായിട്ട് വരുന്നവരും പെടും. പക്ഷെ എനിക്ക് ഉറപ്പുള്ള ഒരേ കാര്യം പറയാം. മെയിനായിട്ട് പ്രമുഖരായിട്ടുള്ള പല ആളുകളുടെയും പല കാര്യങ്ങളും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ, അനോണിമസ്. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന കേസുണ്ട്, പക്ഷെ അവർക്കത് പ്രശ്നമില്ല. അവർ കേസുമായിട്ട് വരാൻ തയ്യാറല്ല. ഇന്നിവിടെ മെയിനായിട്ട് നിൽക്കുന്ന ആളുകൾ, നല്ല മെയിനായിട്ട് നിൽക്കുന്ന എല്ലാ മേഖലയിലും, സോഷ്യൽ മീഡിയയിൽ എല്ലാ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് പരാതിയില്ല, ഒരു രീതിയിലും ഇല്ല. അവർ പുറത്ത് പറയരുത് എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പ്രായപൂർത്തിയായവരാ, ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ മുഖേന നമുക്ക് പുറത്ത് പറയാം. അവർ ചോദിക്കും കേട്ടോണ്ടിരുന്നില്ലേന്ന്, മെസ്സേജ് അയക്കുന്നതാ. അപ്പൊ അങ്ങനെ പല ആളുകളും പ്രമുഖരായിട്ടുള്ളവർ എന്നെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധ നുണയാണ്. ഞാൻ അങ്ങനെ, എനിക്ക് അതൊരു മടിയില്ല പറയാൻ, ഒരു കുഴപ്പമില്ല. എനിക്ക് അങ്ങനത്തെ കാമ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ പറയത്തേ ഉള്ളൂ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. എനിക്കത് പേടിയാണ്. ഇല്ലേ, പണ്ട് പോലെ പ്രേമിക്കുന്ന സമയത്ത് തന്നെ കിസ് ചെയ്തില്ലെന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഇട്ടിട്ട് പോയത്. എനിക്ക് പേടിയായിരുന്നു, കിസ് ചെയ്ത് എയ്ഡ്സ് വരുമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് അവളെൻ്റെ അടുത്ത് നൈസായിട്ട് പറയുക, എന്തുവാണെന്നറിയാം, അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹീക്കി എന്ന് പറഞ്ഞ സാധനം അന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഹീക്കി ചെയ്ത് ടീച്ചർ കയറി വന്നപ്പോൾ ഇവിടെ ചുമന്ന പാടുണ്ടായിരുന്നു. ഹീക്കി എന്നാണ് പറയുന്നത്. ഇവിടെ കിസ് ചെയ്യത്തില്ലേ, കിസ് ചെയ്യുമ്പോൾ റെഡ് കളർ വരത്തില്ല, ഇങ്ങനെ ഇങ്ങനെ സക്ക് ചെയ്യുന്നോട്ട് ചെയ്യുമ്പോഴാണ് അവിടെ വരുന്നത്. അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ കയ്യിലൊക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ്. പക്ഷെ അവൾക്കത് വേണമായിരുന്നു. അവൾ അതിനുവേണ്ടി പറഞ്ഞ ടീച്ചറിന് അങ്ങനെ വന്നതൊക്കെ. എൻ്റെ അടുത്ത് അവൾ ഒരു ആലോചിക്കുക, ഒരു പെണ്ണ് പ്രേമിക്കുന്ന പെണ്ണ് ചെറുക്കൻ്റെ മുഖത്ത് നോക്കി പറയണ നാണില്ല, എനിക്ക് കിസ് ചെയ്യാൻ പോലും അറിയത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ കേട്ടിട്ടുണ്ടത്. എനിക്ക് പേടിയായിരുന്നു. കെട്ടിപ്പിടിച്ച പിള്ളേരുണ്ടാവും വിചാരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സത്യമായിട്ട് പേടിയായിരുന്നു. എനിക്കറിയാം എന്തെങ്കിലും ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വരും, ഇതിനെയൊന്നും വിശ്വസിക്കും. എല്ലാവരും നോക്കി വെച്ചോ. എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യമുള്ളൂ, നിങ്ങളൊക്കെ നോക്കി വെച്ചോ. ഈ വരുന്നവളുമാരൊക്കെ എന്തെങ്കിലും പണി തരാൻ വരുവാണെങ്കിലോ, അവന്മാരാണെങ്കിലും അവളുമാരാണെങ്കിലും ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് ബന്ധപ്പെട്ടില്ലെങ്കിൽ തന്നെ അവർ വിചാരിച്ചാൽ മതി, ഒരു ബ്ലഡ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ മതില്ലേ, വായിക്കാത്തൊരു മുറിവ് ഉണ്ടായിരുന്നാൽ മതി. കിസ് ചെയ്യുന്ന സമയത്ത് പണി വളർത്തില്ലയോ, ഉറപ്പാ. അതുകൊണ്ട് ഞാൻ ഇനി പോവാത്ത. ഇല്ല, എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ പോരെ. പിന്നെ വെറുതെ സൂം കിട്ടിക്കഴിഞ്ഞാൽ അത് കളയുമോ? പിന്നല്ലാതെ പേടിച്ചിട്ടോ. അതായത് ഇത് നമുക്ക് സേഫ് ആയിട്ടുള്ളത് കിട്ടും, അവിടെ മാത്രം പോവാം. അതായത് നമുക്ക് ഒരാൾ കാണുമല്ലോ, അവരുടെ അടുത്ത് പോവാം, ആവശ്യത്തിനധികം നമുക്ക് അവരെല്ലാത്തിനും കിട്ടും, അവർക്ക് നമുക്ക് എല്ലാം കൊടുക്കാം. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ബന്ധങ്ങളൊക്കെ വേണം. നമ്മൾ മനുഷ്യൻ പോളിഗമി ഒരാളുടെ അടുത്തൊന്നും ഒതുങ്ങത്തില്ല. അപ്പൊ ഒരാളടുത്ത് ഒതുങ്ങി കിട്ടുവാണെങ്കിൽ വലിയ ഭാഗ്യമാണ്. അതെ. അല്ലല്ല, എനിക്ക് ഒത്തിരി സ്ത്രീകളുടെ അടുത്താണ്. എനിക്ക് സത്യമായിട്ടും എനിക്ക് ഏറ്റവും പ്രേമം തോന്നിട്ട്, ആദ്യം എനിക്ക് ഏറ്റവും പ്രേമം തോന്നിയിട്ടുള്ള സ്ത്രീ എനിക്ക് ഉമ്മയ. പിന്നെ എനിക്ക് 2 പെങ്ങന്മാർ ഭയങ്കര സ്ത്രീ, അവരോടായിരുന്നു പ്രേമം. ഇപ്പം ഭാര്യയോട് പ്രേമം, ഉമ്മയോട് പ്രേമം, സുഹൃത്തുക്കളെല്ലാവരും പ്രേമം. പെണ്ണുങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യമായിട്ട്. പക്ഷെ എനിക്ക് മോനുണ്ട്, കുഞ്ഞ്. എനിക്ക് എനിക്ക് ആൺകൊച്ചി വേണമെന്നായിരുന്നു ഇഷ്ടം. ഇനി എനിക്ക് ആൺകൊച്ചി വേണമെന്ന് തന്നെ ഇഷ്ടം. എനിക്ക് ഒത്തിരി മക്കൾ വേണമെന്നുണ്ട്. എനിക്ക് 5 മക്കൾ വേണമെന്നാണ്. എന്താണെന്നറിയാമോ, എനിക്ക് 2 പെങ്ങന്മാരാ. വാപ്പ ഗൾഫിലാന്ന് പറയാം. 2 പെങ്ങന്മാരുമാണ്, ഉമ്മായുവാ. വീട്ടിൽ ഞാൻ നോക്കുമ്പോൾ ഞാനേ മാത്രമേ ഉള്ളൂ ആണായിട്ട്. അപ്പൊ എന്റെ പെങ്ങന്മാരുടെ ക്ഷാമം എനിക്കില്ല, ഉമ്മയുടെ ക്ഷാമം ഇല്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി ആൺമക്കളാണ്. ഇപ്പൊ കുഞ്ഞുണ്ട്, ചിന്നാണ്ടി. അപ്പോൾ ചിന്നാണ്ടി പറഞ്ഞ കൊച്ച്.
അല്ല ഇത് ഞങ്ങൾ ആക്ച്വലി ഷൈൻ ചേട്ടന്റെ ഇന്റർവ്യൂവിനെ എനിക്ക് ഓർമ്മിപ്പിച്ചു ഈ പൊസിഷൻസ്. അല്ല അത് ഇരിക്കുന്നത് എന്താ അറിയോ, ഇത് ഇരിക്കുന്നത് വേറെ ഒന്നുമില്ല, അറ്റൻഷന് വേണ്ടി തന്നെ ഇരുന്നത്. എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല സത്യത്തിൽ. ഒരു ഇന്റർവ്യൂവിനൊക്കെ വന്നാൽ ഇങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നത് കേട്ടോ, അല്ലാതൊന്നുമല്ല. നമ്മൾ എവിടെ പോയാലും പറഞ്ഞാ പോയില്ലേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇരുത്തേൽ പോലും നമുക്ക് അങ്ങനെ, നിങ്ങൾ അങ്ങനെയല്ലേ വളരെ മാന്യമായിട്ട് ഇരിക്കുന്നത്, മാന്യം അങ്ങനെ ഇരുത്താന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില പറയുന്നത് കംഫർട്ടാണ്, പക്ഷെ എന്ത് പോയിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ പോയിട്ട് മറ്റേ എന്താ പറയാ ഷൂട്ടും കൊണ്ട് ഇട്ട് നടക്കുന്ന പരിപാടിക്ക് നിക്കറിട്ടോണ്ട് ഇരിക്കുവോ? ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടാന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനല്ല, ചിലടത്ത് ഇതുണ്ട്. ഇവിടെ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ഫ്രീ ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരുന്നുള്ളതേ ഉള്ളൂ. ചിലടത്തത് മാന്യത കീപ്പ് ചെയ്യണം. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ടൈ അതിട്ടുണ്ടൊക്കെ അല്ലേ പോകും സ്കൂളിൽ യൂണിഫോം. എന്നിട്ട് എന്റെ കംഫർട്ട് എന്ന് പറഞ്ഞ് തോന്നുന്ന ഡ്രസ് ഇട്ടുണ്ടോ പോകുന്നത് അല്ല. പോലീസ് സ്റ്റേഷനിൽ പോലീസുമാരെന്തോ യൂണിഫോം ഇട്ടുണ്ടല്ലോ, ഒരു രസത്തിന് ഇങ്ങനെ നടക്കത്തില്ലല്ലോ. അതാ പറഞ്ഞേ, എല്ലായിടത്തും ഒരു കീപ്പ് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ കംഫർട്ട് എന്നല്ല, ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഇങ്ങനെ ഇരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തമാശയായിട്ട് പറഞ്ഞത് പൊന്നെ എല്ലാത്തിനും സീരിയസ് ആവാതെ നിങ്ങള് സീരിയസ് അല്ല, മുഴുവൻ കളിയായിരുന്നു. ഇവരെ ഒന്ന് സീരിയസ് ആക്കി എടുത്തതല്ലേ, ചളിയിലേക്ക് ഞാൻ ചളി അടിച്ച് കോമഡി ഫണ്ണാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന ഇന്റർവ്യൂ. ഞാൻ മറ്റേ ഇപ്പൊ ഇല്ലാതായി കിളി പോയി എന്റെ. ഞാൻ ഇച്ചിരി ഞാൻ അത്ര പുരോഗമനവാദിയല്ല. സ്ത്രീ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞത്. അതിൽ എനിക്ക് എപ്പോഴും ഞാൻ നിൽക്കുന്നിടത്തില്ല. എനിക്ക് സത്യമായിട്ട് എനിക്ക് ആണുങ്ങൾ നിൽക്കണം, ഞാൻ പെണ്ണുങ്ങളുടെ അല്ല അറിഞ്ഞത്. എനിക്ക് ഇങ്ങനെ തുടങ്ങി കാണിച്ചിട്ട് നിൽക്കണം എനിക്ക് എന്തോ വലിയ ഇർച്ചകേടാണ്. അതുകൊണ്ട് ഞാൻ അതിന് ഇഷ്ടമുള്ള ഇടും, ഞാൻ പറയത്തില്ല ഇടാൻ, എനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പോ പറഞ്ഞ് നമ്മളൊരു വെബ് സീരീസ് ആയിട്ട് ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തിനാ ആദ്യമേ മറ്റേ എന്നെ തിന്നാൻ വരുന്ന പോലെ അങ്ങ് നിൽക്കുക. പിന്നെ ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ട, അതല്ലേ ഞാൻ ഇളകത്തുള്ളൂ. അല്ല ആദ്യമേ അങ്ങനത്തെ ചോദിച്ചാലും ഞാൻ എപ്പോഴും ഇളകിയേരെ. എനിക്ക് പെണ്ണ് വിഷയമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് അത് ചോദിക്കണ്ടേ. എന്റെ പൊന്നെ, അത് ചോദിക്കാതെ തന്നെ ഇത്രയും അതും കൂടെ ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് മൊത്തം ഇവിടെ ഇന്റർവ്യൂ പോയേനെ. അപ്പൊ എന്തായാലും ഇക്ക സന്തോഷം. ഒരുപാട് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സംസാരിച്ചു. പക്ഷെ ഇക്കാടെ എല്ലാ ചിന്താഗതികളോടും ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. അത് ഇക്കാടെ സ്വാതന്ത്ര്യം, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മയിലാണ്. അല്ല എനിക്കറിയാം, അത് ഞാൻ ഒരു നമുക്കങ്ങനല്ല. ഇപ്പൊ എന്റെ ഒരു നിങ്ങൾ യോജിക്കരുത്, നിങ്ങളുടെ ഞാൻ യോജിക്കരുത്, അങ്ങനെയാണ് ഉണ്ടാവണ്ടേ. എല്ലാവരും യോജിച്ചു കൊടുത്താൽ എന്ത് സുഖം. എല്ലാവർക്കും പിടിച്ചു പോയിച്ചാൽ എന്റെ ലൈഫ് സുഖമില്ലാതായി പോകും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് എനിക്ക് ഞാൻ ഇപ്പഴും തന്നെ പറയും. അത് ഞാനിപ്പോ ഇക്കായി വിളിച്ചിരുത്തിയിട്ട് എന്റെ അഭിപ്രായം പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇക്കയുടെ അഭിപ്രായമാണ് പറയുന്നത്. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചേക്കാം. നമ്മളെ തുറിച്ചു നോട്ടമുണ്ടല്ലോ ആണുങ്ങളുടെ, നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങള് ഫുൾ ഡ്രസ് ഇട്ടിട്ട് പോകുമ്പോഴാണ് തുറിച്ചു നോട്ടം, നിങ്ങൾ നേക്കഡായിട്ട് പോകുമ്പോഴാണ് തുറിച്ചു നോട്ടം കൂടുതൽ ഉണ്ടാവുന്നത്? അത് ഞാൻ നോക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഒരു ഹാഫ് നേക്കഡായിട്ട് പോകുമ്പോഴാണ്. ഞാൻ അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എന്താണെന്നറിയോ, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ എന്നെ ഉത്തേജിക്കപ്പെടുത്താൻ പറ്റത്തുള്ളൂ, എനിക്ക് തോന്നത്തുള്ളൂ. അതാ എനിക്ക് പുരുഷന്മാരെ ഞാൻ പറഞ്ഞില്ലേ കാഴ്ചയിൽ ഉത്തേജനം ഉണ്ടാവുന്നത്. നമ്മൾ ഫോൺ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വന്ന് മൂടിക്കിട്ടിരിക്കുമല്ല, ഡ്രസ് ഊരുമ്പോഴാണ് നമുക്ക് ഉത്തേജനം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഉത്തേജനം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അങ്ങ് ഇന്റൻഷനലി ഉണ്ടാവുമെന്നല്ല. നമുക്ക് ഉള്ളിൽ നമ്മുടെ ഹോർമോൺ ഉണരുന്നത് പുരുഷന്മാർക്ക് കാഴ്ചയിലൂടെ. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷെ അത് കയറി പിടിക്കാതിരിക്കലാണ് ഒരു മനുഷ്യന്റെ യുക്തി, അവന്റെ വിവേകം. അത് ഇല്ലാതാവുന്നത് ഈ ലഹരിയിലൂടെ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ല നോട്ടം കൂടുതൽ ഉണ്ടാവുന്നത് തുണി കുറഞ്ഞു പോകുമ്പോൾ തന്നെ. നിങ്ങൾക്ക് നോട്ടം ഉണ്ടാവുന്ന നിങ്ങൾ കാണാൻ നല്ലതായതുകൊണ്ട്, കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ശരിയെങ്കിൽ എനിക്കുള്ള അല്ല. ഇപ്പം ഞാൻ ഇതിന് തിരിച്ച് മറുപടിയായിട്ട് ഒരു കാര്യം പറയട്ടെ. ആസ് എ വുമൻ ഞാനൊരു കാര്യം പറയാം. ഇപ്പം എന്നെ തുറച്ച് നോക്കുകയാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് ഇപ്പൊ നോർമൽ ആയിരിക്കും, ഞാൻ ചിലപ്പോൾ ഒരു ബസ്സിലോ ഇപ്പം ഫുൾ ഡ്രസ് ആയിരിക്കും. ഞാൻ ഡ്രസ്സിലൊന്നും അങ്ങനെ എന്തായാലും അങ്ങനെ ഞാനല്ല ഞാന് നിങ്ങള് ഈ പറഞ്ഞോട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നോക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും. അങ്ങനെ ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാവും, ഒരു ഗേളിന് മനസ്സിലാവും. ഇല്ലാതെ നോട്ടം ചിലപ്പോ ഒരു പക്ഷെ എങ്ങും നോക്കാതെ വരാം. ഇപ്പൊ വേറെ നോക്കാൻ ഇല്ലെങ്കിൽ മുഖത്തോട്ടായിരിക്കും നോക്കുന്നത്. പക്ഷെ നോക്കാൻ ഒരുപാട് സ്ഥലം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് ഭയങ്കര തുറിച്ചുനോട്ടമായിരിക്കും. ഇപ്പൊ ഈ തുറിച്ചു നോക്കുന്ന അതാണ് ഞാൻ പറയാൻ വന്നേ. തുറിച്ചു നോക്കുന്ന ആളുകളെ തിരിച്ചൊരു 2 മിനിറ്റ് ഇങ്ങനെ തുറിച്ചു നോക്കി കഴിഞ്ഞാൽ അവരെന്നെ തുറിച്ചു നോക്കുമ്പോ ഞാൻ തിരിച്ചു തുറിച്ചു
ഞാനൊക്കെ ആയിരിക്കണം 2 മിനിറ്റ് അല്ല അവര് ഡിസ്റ്റർബ്ഡ് ആവുന്നതാണ് ഞാൻ കണ്ടത്. അത് ഡിസ്റ്റർബ് ആവും. അതെന്താണെന്നറിയാം, അവരെ കാമക്കണ്ണായതുകൊണ്ട് ഡിസ്റ്റർബ് ആവുന്നേ. പക്ഷെ നിങ്ങൾക്ക് എല്ലാരും ഇനി നോക്കി നിൽക്കാൻ പറ്റുമോ? എത്ര കുറച്ച് ഓട്ടം ഉണ്ട്. ഇല്ല അത് പറ്റത്തില്ല, നമ്മൾ മൈൻഡ് ചെയ്ത് പോവാ. അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇപ്പൊ ചിലപ്പോ ഞാൻ ഒരിക്കൽ എനിക്ക് നേരിട്ട് ഒരു ഇൻസിഡന്റ് പറയാം. ഞങ്ങള് ഓട്ടോയിൽ ട്രാഫിക്കിൽ കിടക്കുകയാണ്. അതിൽ പ്രതീക്ഷിക്കാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീ തിരിച്ചു നോക്കുന്നു പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ മാറണമെന്നല്ലേ ഞാൻ പറഞ്ഞേ. പക്ഷെ നമുക്ക് എത്ര പേരെ തുറച്ചു നോക്കാൻ പറ്റും? അത് ശരിയാണ്. അതാ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ, ഒന്നുമില്ല, മാവിലല്ലേ മാങ്ങയിലല്ലേ അറിയത്തുള്ളൂ. സിനിമാ തിയേറ്ററിൽ ആള് കയറുന്നത് എന്താ? അകത്ത് നല്ല സിനിമ ആയതുകൊണ്ടല്ലേ. നോക്കുന്നത് എന്താ? നിങ്ങൾ നല്ലതായതുകൊണ്ട് അവർ നോക്കുന്നത്. കൊള്ളാത്ത ആരെങ്കിലും നോക്കുവോ? കൊള്ളാത്ത മീൻസ് ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഞാനൊക്കെ സന്തോഷിക്കും. ഇവിടുത്തെ വേറെ ഭയങ്കര വ്യത്യാസമുണ്ട്, ഒരു പ്രത്യേക ശാസ്ത്രം. ഞാൻ ചിന്തിക്കുന്നത് എന്താ, റോഡിലുള്ള പെണ്ണുങ്ങളല്ല എന്നെ ഇങ്ങനെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ വ്യത്യാസം കണ്ടോ? പെണ്ണ് നോക്കരുതെന്ന്, നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചു നോക്കുമെന്ന്. എന്തോടെ ഇത്? നിങ്ങളെല്ലാവരും ഒരു കോളേജിലെ പിള്ളേർ മൊത്തം ഞാൻ പോകുമ്പോ നോക്ക്. അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? അവള് നോക്കുന്നില്ല, അവള് നോക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആണുങ്ങളെ സന്തോഷിപ്പിക്കാനല്ലേ ഞങ്ങള് നോക്കിയ കുഴപ്പം, നിങ്ങൾ നോക്കിക്കോ. പകരം നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ 10 പെൺപിള്ളേർ കൊണ്ടുവന്ന് എന്നെ നോക്കിക്കോ, ഒരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. എന്ത് കഷ്ടമായത്. അതവിടുത്തെ വ്യത്യാസം. ഞങ്ങൾക്ക് പ്രശ്നമില്ല നോക്കിയാ, നോക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കൂടാ. അതാണ് 2 തമ്മിലുള്ള വ്യത്യാസം. ആണും പെണ്ണും എപ്പോ ഈക്വൽ അല്ല ഈ വിഷയത്തിലൊക്കെ. ആണും പെണ്ണും വ്യത്യാസത്തിന് തന്നെയാണ്. ഒരു മനസ്സുകൊണ്ടാണ് ഈക്വൽ ആവേണ്ടത്, നിയമപരമായിട്ട്. നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ച് മോൾഡ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചിന്താഗതിക്ക് ആരും മോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ? ചില സമയത്ത് പേപ്പട്ടിയുള്ള സ്ഥലത്തൂടെ പോകരുത്, അത്രേ ഉള്ളൂ കാര്യം. അതിന് പേപ്പട്ടി വേണമെങ്കിൽ മാറി നിൽക്കട്ടെ, ഞങ്ങൾ പോകുന്നു പറഞ്ഞാൽ ചന്തി അടിച്ചോണ്ട് പോകും. അതേയുള്ള അന്നത്തെ കാര്യം. അതുള്ള അന്നത്തെ കാര്യം. അതാ മനസ്സിലാക്കാത്തെ. ആ പേപ്പട്ടി അവിടെ നിന്ന് മാറ്റുന്ന സമയം നിങ്ങൾ കൊടുക്കണ്ടേ? ഇവിടെ നാട്ടിൽ നമ്മുടെ നാട് ഇപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതവിടെ നിൽക്കുമല്ലേ, ഈ നോട്ടങ്ങൾ നിൽക്കും, മാറും. ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ വരും, ഒരു അടുത്തൊരു സീസൺ വരുമ്പോഴത്തേക്കും, തലമുറ വരുമ്പോഴത്തേക്കും നോട്ടം തിരിയും, മാറും. ആരും നോക്കാത്ത അവസ്ഥ വരും. അന്ന് നിങ്ങൾ പറയാൻ പോകുന്നത് എന്തോന്നറിയോ? അന്ന് നിങ്ങളൊക്കെ പറയാൻ പോകുന്ന ആരും നോക്കുന്നില്ലെന്നായിരിക്കും. അന്ന് പിന്നീട് ഇത് കാലചക്രം തിരിച്ചു വരും. കാലക്കം തിരിച്ചു വന്നിട്ട് നോക്കാത്ത അവസ്ഥ വരുമ്പോഴും നോക്കിപ്പിക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾ വല്ലതും ചെയ്യും. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഉള്ള ജനറേഷൻ ഇല്ലേ, ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന ജനറേഷൻ 2000 പഴയ അമ്മാവന്മാരുടെ നോട്ടം ഇപ്പൊ ഇല്ലല്ലോ? ഇല്ല. അതായിരുന്നു ഭയങ്കര നോട്ടം. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേക്കൊക്കെ ഒഫൻഡഡ് ആയിട്ട് തോന്നരുത്. ലൈക്ക് ഈ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു ഏജിലുള്ള ഒരു ഏജ് കഴിഞ്ഞവരാണ് ഇപ്പൊ ഈ രീതിക്ക് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു ഏജ് കഴിയുമ്പോൾ സംസാരിക്കും. കാരണം നമുക്ക് കുറച്ചൊരു പക്വത ഉണ്ട്, നിങ്ങൾക്കില്ല. അത് പക്വതയായിട്ട് നിങ്ങൾക്ക് പക്വതയില്ല. നിങ്ങൾക്ക് പക്വതയില്ല, കാലം കണ്ടിട്ടില്ല, ലോകം കണ്ടിട്ടില്ല. നമ്മൾ ലോകം കുറെ കണ്ട്, കുറെ പ്രേമിച്ച്. ഞാൻ ഒരുപാട് പ്രേമിച്ചതാ, ഒരുപാട് പ്രേമിച്ചു. ഞാൻ ലോകം കണ്ടിട്ടില്ല, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ല, നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ കുറെ കാലമായി കുറെ ഇതായെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് പ്രായം ഉണ്ടെന്നുണ്ടല്ലോ, ആ ലോകം കണ്ട്. അത് ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ലോകം കണ്ടിട്ടില്ല നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അല്ല, സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. സംസാരത്തിൽ എന്റെ അടുത്ത് എന്താ പറഞ്ഞേ? എനിക്ക് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റും സംസാരിക്കുന്നതിലോ. ഒത്തിരി സംസാരിച്ചു, ഒത്തിരി മനസ്സിലാക്കാം. കുറച്ച് മാത്രമല്ലേ സംസാരിച്ചുള്ളൂ. എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഞാൻ എപ്പോഴും പറയുന്നത് കണ്ടന്റ്, ഞാൻ എപ്പോഴും പറയുന്നതിന് എല്ലാ റീസൺ ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ പറയുന്നല്ലോ, ഇവിടെ നിങ്ങൾ നടക്കരുത് നോക്കരുതെന്നല്ല, ഉറപ്പായിട്ടും വട്ടത്തിൽ ആളുണ്ട്. ആ ആള് മാറും, ഉറപ്പായിട്ടും മാറും. അപ്പോൾ നമുക്കൊന്ന് മാറുമ്പോൾ ഇറങ്ങാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കുന്ന അറിയോ? എന്താ എനിക്ക് ഇറങ്ങിയാൽ ഞാൻ എടുത്ത് ഈ ആട് എന്താ? അതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തേ? അത് അപ്പുറത്ത് നിൽക്കുന്നുണ്ടാ. ഞാൻ ഈ പേപ്പട്ടിയെ ഒഴിച്ച് അപ്പുറത്ത് നിന്നിട്ടാ ഞാൻ നോക്കുന്നത്. അവിടുന്ന് നോക്കിക്കോട്ടാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും പട്ടിയെ കണ്ടിട്ടില്ല, വെളിയിലെല്ലാം പട്ടികൾ നിൽപ്പുണ്ട്. നിങ്ങളത് കാണുന്നില്ല, പരിക്കൊന്നും ഇറങ്ങുന്നേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഓടി അപ്പുറത്ത് പോയിന്ന്. മനസ്സിലായോ? ഞാൻ അപ്പൊ ഇതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? അത് ഇവിടെ പ്രശ്നങ്ങൾ പറ്റുമെന്നോ ഒന്നും അല്ല. ഞാൻ നേരത്തെ ഒരു ഉപമ പറഞ്ഞെന്തോ അറിയാമോ? അതായത് പലരും ഈ മോഡൽസ്, അവരെ കണ്ടാ നമ്മൾ മോഡൽസ് അല്ല, ഹൈ സിനിമ ലൈഫ് ജീവിക്കുന്നവരെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ടാ പല കുട്ടികളിവിടെ നാട്ടിൽ ചെയ്യുന്നത്. പക്ഷെ അവർ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ എന്താ? വീടിറങ്ങിയ AC കാറ്, സ്റ്റാർ ഹോട്ടല്, അതുപോലെ തന്നെ ഷൂട്ടിംഗ് സെറ്റ്, സെക്യൂരിറ്റി. നമ്മുടെ നാട്ടിൽ എന്താ? കവല, മീൻകമ്പോളം, ഇതുപോലത്തെ വായു നോക്കികൾ. ഇവരുടെ റെഗുലറിൽ പോന്നേ. ആ കൾച്ചർ മാറി മാറി വരുന്നതല്ലേ ഉള്ളൂ. അവരിലേക്ക് എഡ്യൂക്കേഷൻ എത്തണ്ടേ, അവരിലേക്ക് മാറ്റം വരണ്ടേ. ആ മാറ്റം വരുന്ന സമയം കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത്ര ഒതുങ്ങിയിരിക്കണം? അതല്ല, നിങ്ങൾ ഇഷ്ടങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. ഞാൻ പറയട്ടെ, ഇന്ന് എറണാകുളത്ത് രാത്രി നിങ്ങൾക്ക് ഇറങ്ങി നടക്കുന്ന പോലെ, അല്ലെങ്കിൽ എറണാകുളത്ത് നമുക്ക് ഫുള്ള് ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഫ്രീഡത്തോടെ നടക്കുന്ന പോലെ കുഗ്രാമത്തിൽ പോയി നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അതാ പറഞ്ഞ, ആ മാറ്റം എറണാകുളത്ത് വന്നില്ലേ? അതുപോലെ നമ്മൾ അവിടെയും മാറ്റങ്ങൾ വരും. ആ ഒരു ടൈം ഡ്യൂറേഷൻ, ടൈം ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കി. ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ അമ്മാവും വൈബ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അതായിട്ടില്ല. നിങ്ങൾ ഇപ്പൊ എറണാകുളത്ത് മാത്രം നിൽക്കുമല്ലേ, നിങ്ങൾ അങ്ങോട്ട് വരണം. എനിക്ക് എത്ര വയസ്സുണ്ടെന്നാ തോന്നുന്നത്? വയസ്സ് 10-35 ആണ് അമ്മച്ചിക്ക്. അല്ലെ കുറഞ്ഞൊക്കെ പറയുമെന്ന് വിചാരിച്ചു അമ്മയും പോയി. അല്ല, പറ എത്ര വയസ്സുണ്ടെന്ന്? 25-26 വയസ്സാണ്. അല്ലെങ്കിൽ 28 വയസ്സ്. 2 വയസ്സൂടെ കൂടുതലുണ്ട്. അതിന്റെ പക്വതയില്ല. പക്ഷെ
കൊച്ചിനെ ഇളക്കി ഇത് വിഷമിപ്പിക്കാം പ്രായത്തിന്. അതാണ് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്ന എനിക്കറിയാം. ഇങ്ങനെ നിങ്ങൾ ഒഫൻഡ് ആവുന്ന കണ്ടില്ലയോ? നിങ്ങൾ എന്നെ ഒഫൻഡഡ് ആക്കാൻ നോക്കി ഞാൻ ഒഫൻഡഡ് ആവത്തില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയ മെച്ചൂരിറ്റി. അറിയാം ഞാൻ ഒഫൻഡഡ് ആയിട്ടില്ലല്ലോ. ആവുമല്ലോ, ഇങ്ങനെ പോയാൽ ആവുമെന്ന് എനിക്കറിയാം. നമ്മളെ എത്രത്തോളം ഒരാൾ വീക്ക് ആക്കാൻ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓപ്പോസിറ്റ് സഞ്ചരിക്കും. അല്ല, എനിക്ക് നിങ്ങളെ ലോകം കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് അതിനോട് ഞാൻ അങ്ങനെ മാക്സിമം നോക്കും. ഒരാളെ മാക്സിമം മെന്റലി തളർത്താൻ നോക്കുമ്പോഴാണ് അവരുടെ വീക്ക്നെസ് ഒക്കെ. നിങ്ങൾ എന്നെ എത്ര തളർത്താൻ നോക്കണം അത്രത്തോളം ഞാൻ ചിരിച്ചോണ്ട് നിങ്ങളെ നേരിടാൻ നോക്കണം. ഞാൻ അവിടെ റേസ് ആവരുത്. മനസ്സിലായോ? അതാണ് നമ്മൾ വേണ്ടത്. ഞാൻ ഇതുവരെ ഉള്ളില് നല്ല രീതിയിലുണ്ട്. ഒരു മെച്യൂരിറ്റി ഇല്ല. സത്യം പറഞ്ഞ ഒരു മെച്യൂരിറ്റി ഇല്ല. സത്യമായിട്ട് 28 വയസ്സ് ഞാൻ പറഞ്ഞു. സത്യമായിട്ട് 10, 23, 28 വയസ്സ് പ്രതീക്ഷിച്ചുള്ളൂ. അതെനിക്ക് സന്തോഷം. ഓക്കെ, ഞാനത് മറ്റേ ഇതായിട്ട് എടുക്കുന്നു. ഏത് പവർ? അതാണ്. ഓക്കെ. അപ്പോ എനിക്കിങ്ങനെ അതെന്താണെന്നറിയോ, നിങ്ങൾക്ക് സ്ത്രീകളെ പറയുന്നു തോന്നിയിട്ടാ ഞാൻ നിങ്ങളെ ഇപ്പോഴും ഞാൻ പറയുന്നു. നിങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ ഏത് ഡ്രസ് ഇട്ട് വന്നാലും എനിക്ക് നിങ്ങളൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ പറയിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. ആ രഞ്ജിത നായർ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ യോജിക്കുന്നില്ല. ആ വിയോജിപ്പ് ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളെന്തിനാ എല്ലാ പെണ്ണുങ്ങളെയും പറയുന്നത്? വിക്രി എടുത്ത പെണ്ണുങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ. ഞാൻ കഴിഞ്ഞ ദിവസം ഡാൻസ് കളിച്ചിട്ടുള്ളത് അവള് മിക്കവാറും ഇടുന്നില്ല ആ ടൈപ്പ് ഡ്രസ്സാ. പക്ഷെ അത് അവൾക്ക് കംഫർട്ട് ആണെന്ന് അവൾക്ക് ചേരുന്നുണ്ടെന്ന്. ഞാൻ എന്റെ ഒരു കാര്യം പറയട്ടെ, പിന്നെ ഇടയ്ക്ക് ബോധഡ് അല്ല ഇതിനകത്ത്. ലൈക്ക് അവരുടെ ഇഷ്ടം, അവരുടെ ലൈഫ്. പക്ഷെ ഞാൻ ബോധഡാണ്. ഞാൻ ബോധഡായത് എന്തുകൊണ്ടാ? എനിക്ക് ഒരുപാട് സ്ത്രീകളും ഗേൾസും ഇതുപോലെ കോളുകളും വന്നോണ്ടിരിക്കുക. അവിടെ നിന്നെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് അവരിൽ നിന്ന് പലരും ആഗ്രഹിക്കുന്നത് അവരുടെ ശരീരം മാത്രമാണ്. പ്രേമിക്കുന്ന ആളാണെങ്കിൽ പോലും ചുറ്റുപാടുള്ളവരാണെങ്കിൽ പോലും അവർ കാണുന്ന പോലെ അല്ല അവരെ പലതും കാണുന്നത്. ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചുറ്റുപാടുള്ളവർ പോലും നിങ്ങൾ വിചാരിക്കൊണ്ടല്ല നിങ്ങളെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഭയങ്കര ബ്രദർലി ലുക്കാണ്, ഫ്രണ്ടാണ്. ഒരിക്കലുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളെ വിജയം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ എത്ര പേരെ നിങ്ങൾക്ക് അറിയാം, ഒരേ സമയത്ത് ഒരു പെണ്ണിനെ വീഡിയോ കോളിലും ഒരു പെണ്ണിനെ ചെവിയിലും ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ അധപ്പതനമല്ലേ? അതെ, ഞങ്ങളുടെ അധപ്പതനമാ. അതുകൊണ്ടല്ലേ അതപ്പതിച്ച് ഇത്രയും അതപ്പതിച്ചത് കൊണ്ട് അതപ്പതിച്ച ഒരാൾ ഞാൻ വന്നു എനിക്ക് ഇനിയും ചീറ്റ് ചെയ്തൂടെ എത്ര പേരെ. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ, എനിക്ക് തോന്നിട്ട് ഞാൻ പറഞ്ഞു തരുവാ. ഞാനിത് പറഞ്ഞു തരുന്നതിലൂടെ, ഈ വോയിസ് പുറത്തു പോകുന്നതിലൂടെ 10 പെമ്പിള്ളേർ കേട്ടിട്ട് മനസ്സിലാക്കുക. ശരിയാണ്, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവർ ഈ രീതി നമ്മളെ നോക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊരു പ്രശ്നമാകുമ്പോഴല്ലേ അത് നമുക്കൊരു നമ്മളതിനെപ്പറ്റി ബോധേഡ് ആകുമ്പോഴല്ലേ നമ്മളതിനെപ്പറ്റി. ഇപ്പം ഇക്കടെ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞു, അതുപോലെ അവര് അത് നിങ്ങൾ ഈ പറയുന്ന ഇപ്പം ഇപ്പൊ ഇത്രയും പറഞ്ഞു, എന്നെ പോലൊരു ഗേൾ ഇത് കേൾക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇച്ചിരി ബോധം ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങളല്ലല്ലോ, ഇത് ക്യാമറ എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകളുണ്ട്. മനസ്സിലായി. ഇത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് 10-40 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 20 വയസ്സുള്ള മക്കളുള്ള അമ്മമാർക്ക് ഞാൻ പറഞ്ഞ കണക്ട് ആവും. നിങ്ങൾ പറഞ്ഞ അമ്മാവൻ വൈബിലേക്ക് ഞാൻ എത്തിയെന്ന് പറഞ്ഞില്ലേ? അല്ലല്ല, എനിക്കറിയാം ഞാൻ അമ്മാവൻ വൈബാണ്. അല്ല, അതങ്ങനെ ചിന്തിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഈ ചിന്താഗതിയാ എനിക്ക് ആ ഒരു പ്രായത്തിലുണ്ടാവുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ചിന്തിക്കുന്ന എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങും. നമ്മളിപ്പോൾ പറയത്തില്ല ഒരു കുഴപ്പമില്ല നമുക്ക് അങ്ങനെ. പക്ഷെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഇത് കണ്ടല്ലോ, ഞാൻ കുറെ അവിടെ സംഭവിക്കുന്നത് കണ്ടല്ലോ. ഒരാൾ നിങ്ങൾ എടുത്ത് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ഒരു കണ്ണിൽ ഫ്രണ്ട് എന്നായിരിക്കും കാണുന്നത്. പക്ഷെ അതല്ലാന്ന് നമുക്ക് ഇപ്പുറത്തുനിന്ന് കണ്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ എല്ലാവരും അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഇവൻ അങ്ങനെയും കൂടെ കരുതാവും ചിന്തി കുഴപ്പമുണ്ടോ? അതായത് ഇവൻ നമ്മളെ ഫ്രണ്ടായിട്ട് മാത്രമല്ല, സഹോദരനായിട്ട് മാത്രമല്ല എന്ന് കരുതിയാൽ നമുക്ക് കുഴപ്പമല്ലോ ഉണ്ടോ? കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കാൻ തയ്യാറാവത്തില്ല. അവൻ നല്ലതായിരിക്കും എന്ന് തന്നെ ചിന്തിക്കും. മറ്റൊരു ചിന്തയും കൂടെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പക്ഷെ അതില്ലെന്നാ പറഞ്ഞ പലർക്കും. അത് പലർക്കും ഇല്ലായിരിക്കും. ഞാൻ പേഴ്സണലി ഞാനിപ്പം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ ഈ സർക്കിളിലുള്ള ആൾക്കാരാണെങ്കിലും ബോധഡല്ല കൂടുതലും. ലൈക്ക് നമ്മൾ എല്ലാത്തിലും തലവെക്കാൻ പോകുമ്പോഴത്തേക്കാണ് പ്രശ്നം. ഇപ്പൊ ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് നമ്മൾ തലയിലോട്ട് എടുക്കുമ്പോഴാണല്ലോ അത് നമുക്കൊരു പ്രശ്നമായി മാറും. അത് പ്രശ്നമാവാത്ത എന്താ അറിയോ, നമുക്ക് വട്ടത്തിൽ വളഞ്ഞിരുന്ന് അങ്ങനെ കമന്റ് വരണം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കും. അത് പലരും, അതായത് വീട്ടിൽ നിന്നും അവിടുന്ന് ഫ്രണ്ട്സും എല്ലാം നമുക്ക് ഇതെടുത്ത് അയച്ചേരിയും കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ചിന്തിക്കാൻ തുടങ്ങും ചില സമയത്ത്. അതെല്ലാം നിങ്ങൾക്ക് അതിനപ്പുറം കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരത്തില്ല. അപ്പൊ ഞാൻ അപ്പുറം കടന്നു, എനിക്ക് എത്ര നെഗറ്റീവ് വന്നാലും പ്രശ്നമില്ല. പക്ഷെ അതിലൂടെ കടന്നു പോകാൻ പറ്റൂ, അല്ലേ? ഇത് കണ്ടേ കടന്നു പോകാൻ പറ്റൂ. നിങ്ങൾ പറയുന്നോട്ട് നമ്മൾ അതിലൂടെ സഞ്ചരിച്ച് അപ്പുറത്തെത്താൻ പറ്റൂ. പെട്ടെന്ന് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. മനസ്സിലായി പറഞ്ഞത്? നമ്മൾ ഇതിലൂടെ എല്ലാം സഞ്ചരിച്ച് തന്നെ പോകണം. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ, അങ്ങനെ എന്തിനാ, അത് വേണ്ടല്ലോ, അങ്ങനെ മാറിക്കൂടെ എന്നാ പറയുന്നത്. സമൂഹത്തിന് മാറിക്കൂടെ, ആണുങ്ങൾക്ക് മാറിക്കൂടെ? അത് പ്രോസസ്സിലൂടെ മാറും. അത് രണ്ടുപേരും ഒരുപോലെ ചെയ്യേണ്ട കാര്യമല്ലേ? അല്ല, അതാ ഞാൻ പറയുന്നത്. പെണ്ണുങ്ങൾ ഇത് അത്രയും പ്യുവർ അല്ല ആണുങ്ങൾ. അതേ എനിക്ക് അതിനകത്ത് ഉത്തരം പറയാനുള്ളൂ. ഞാൻ എത്രത്തോളം ഉടായിപ്പാന്ന് എനിക്കറിയാം. അപ്പൊ അത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഞാൻ ചേഞ്ച് ചെയ്തോണ്ടല്ലേ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നേ. അല്ല, ഉടായിപ്പായിരുന്നു എന്ന് എനിക്കറിയാം. സോറി, അത് ചേഞ്ച് ചെയ്തോണ്ടല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നേ. കുറ്റപ്പെടുത്തുമല്ല, പെമ്പിള്ളേർ പൊട്ടികളാ. നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് സർക്കിൾ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയി കഴിഞ്ഞാൽ ചിന്തിക്കത്തില്ല അവരെ പറ്റി, നല്ലത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അതാ ഏറ്റവും വലിയ കുഴപ്പം.
അത് ഞാൻ പറഞ്ഞ അവിടെ മനസ്സിലാക്കുന്നില്ല. നിങ്ങളിപ്പോ ഒരാളെ പ്രേമിക്കാൻ അപ്പൊ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് അങ്ങനത്തെ ഇപ്പൊ ഇക്കാക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും തോന്നിയിട്ടില്ല? എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രായം അതായിരുന്നു. എന്റെ 22, 23 വയസ്സ്, 24 വയസ്സിലാണ് ഞാൻ ഇങ്ങനെ പ്രേമിച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്കൊരു പക്വതയില്ല. എനിക്ക് എന്തും പ്രേമിക്കാൻ നടക്കാൻ ഒരു കാര്യമില്ല. ഞാൻ കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല, ആരും കെട്ടാന്ന് പറഞ്ഞിട്ടില്ല. എനിക്കപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് കടന്നു വന്നോണ്ട് എനിക്ക് മനസ്സിലാവുന്നേ. ആ ഒരു ഇപ്പൊ പിള്ളേർ വിളിക്കും, എന്നിട്ട് പെൺപിള്ളേർ പറയും ഞങ്ങൾ ഭയങ്കര പ്രേമത്തില്ല, കെട്ടണം. ഇപ്പൊ എത്ര വയസ്സായി മോളെ? എനിക്ക് 18 വയസ്സായി. എനിക്കിപ്പോ ചിരിയാ വരുന്നത്. എന്റെ അടുത്ത ആഴ്ച ഞാൻ മോളെ ശരി ഇപ്പൊ വെക്ക്, നടക്കത്തില്ല നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ 2 മാസം കഴിഞ്ഞ് വിളിക്കും, ചേട്ടാ അത് പൊട്ടി, അടുത്ത് വന്നെന്ന് പറയും. ഇത് സ്വാഭാവികമാണ്. അത് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ജോലിയൊക്കെ ആയി, നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഒക്കെ ആയി, നമുക്കൊരു തോന്നൽ വരും ഇവരെ നമുക്ക് കെട്ടാം. ആ സമയത്തുള്ള പ്രേമങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അല്ലാത്ത കേസിൽ ഈ പറയുന്ന കൂട്ട് നമ്മളെ പ്രേമിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലി അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, മനുഷ്യൻ പോളിഗമിയാണ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ സെക്ഷൽ യൂസ് ആണ് പലർക്കും ഉള്ളത്. ഒരു പെണ്ണിൻ്റെ അടുത്ത് വരുമ്പോൾ പലരും കരുതുന്നതാ കല്യാണം കഴിച്ച വേണമെങ്കിൽ പറയാൻ വേണ്ട, ഒരുത്തം വന്നിട്ടുണ്ട്, അവൻ്റെ ഉദ്ദേശം അത് തന്നെ. ഇവിടെ പ്രേമം കൊടുക്കലോ ഒന്നുമല്ല. ഞാൻ വേറെ പെണ്ണുങ്ങൾ പ്രേമം കൊടുത്തുകൂടെ? കല്യാണം കഴിഞ്ഞ് ഭാര്യയൊക്കെ ഉണ്ട്, കെട്ടിയം ഗൾഫിലൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ വരുന്നത് എന്താ, അല്ലെങ്കിൽ കെട്ടിയം പട്ടാളത്തിലാണെന്ന് വരുന്നത് എന്താ, ഇവിടെ സേഫാ. അപ്പോ എന്താ നമ്മൾ പറയാ? കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഞാൻ മറ്റേ നമ്മൾ വിചാരിക്കുന്നുണ്ടല്ല പലരും, അത്ര മാത്രമേ ഉള്ളൂ അതിനകത്തെ കാര്യം. അതൊക്കെ അതിനാണ് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പം ഇക്ക പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഓപ്പണാ, പറഞ്ഞില്ലേ, ഞാൻ നല്ലവരാണെന്നും പറയുന്നില്ല. ഒരു പ്രായത്തിൽ, അതായത് എല്ലാവരും പ്രേമിക്കുന്ന പ്രായത്തിൽ ഞാൻ കുറെ പ്രേമിച്ചിട്ടുണ്ട്. ഞാൻ പ്രേമിച്ച പെൺപിള്ളേരൊന്നും എന്നെ തേച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി നമുക്ക് ഈ ബന്ധം മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. അവൾ ആ വഴിക്ക് പോവുകയും ചെയ്തു. അല്ലാത്ത കേസിലൊക്കെ ഞാൻ തന്നെ ആയിരിക്കും. അപ്പം പിള്ളേരൊന്നും തെറ്റുകാരാന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ ആ പ്രായത്തിൽ ഞാൻ പ്രേമിച്ചു. ആരെയും ഞാൻ കിട്ടാമെന്ന് വാക്ക് കൊടുത്തിട്ടൊന്നുമല്ല, എനിക്കത് പറ്റിയില്ല. ആ ഒരു പ്രായത്തിൽ ഞാൻ പറയാം 10, 22, 23 വയസ്സത്തെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് പെൺപിള്ളേർ പാവങ്ങളാണ്. നമ്മൾ ചൂഷണം പലരും തേച്ചിട്ട് പോയി എന്ന് പറയത്തില്ലേ, ഇന്നത്തെ പെൺപിള്ളേർ ചിലപ്പോൾ അങ്ങനെ തേക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ആത്മാർത്ഥമായ പ്രണയം ആയിക്കഴിഞ്ഞാൽ അങ്ങനെ തേക്കാനൊന്നും പറ്റത്തില്ല. അത് പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് കെട്ടാൻ പറ്റാത്ത കേസ് വരുന്നതേ ഉള്ളൂ. എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത്. അതായത് ഞാൻ കാരണമാണ്. പക്ഷെ ഇന്ന് ഞാൻ അതിൽ നിന്ന് മെച്ചുവർ ആയെന്ന് പറയാൻ, ഞാൻ അതിൽ നിന്നാണ് ചിന്തിക്കുന്നത്, ഞാൻ അതിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്നത് പല കാര്യങ്ങളും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പെൺപിള്ളേരെ ഇഷ്ടപ്പെടാൻ കാര്യം അത് തന്നെ. അങ്ങനെ പറയാൻ കാര്യം അതാ. ചൂഷണം ചെയ്യപ്പെടരുത്, ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത കേസുകളെല്ലാം പറഞ്ഞത് ചൂഷണത്തിന് ഇരയായ പെണ്ണുങ്ങളാണ്, ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇരയായിട്ടുള്ളത്. നമ്മൾ ഒത്തിരി കേസുകൾ കേട്ടിട്ടുണ്ട്. ഒരു ലേഡിയുടെ മാത്രം നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് കേട്ടിട്ടുള്ളൂ, അത് ജോളിയുടെയാണ്. ആ കേസ് തന്നെ അവർ വേറെ കാര്യമുണ്ട്, സാമ്പത്തികമാണ്. അവിടുത്തെ സാമ്പത്തിന് വേണ്ടി അത് ഊരി പോകുമായിരിക്കും, അത് വേറെ കാര്യം. അത് പിന്നെ സൈക്കോയാ, അങ്ങനത്തെ മൈൻഡാണ്. ബാക്കി കേസുകളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പെൺപിള്ളേരെ ചൂഷണം ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മൊത്തം. പെൺകുട്ടികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്, പെൺകുട്ടികൾ സ്ട്രോങ് ആണ്. പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കാൻ പലപ്പോഴും കരുതുന്നില്ല. നമുക്കൊരു റിലേഷൻ വരുവാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ബന്ധങ്ങൾ എത്രത്തോളം നമ്മളെ ഏത് തരത്തിലാണ് വരുന്നത്. പലപ്പോഴും ബന്ധത്തിൽ ഈ പറയുന്ന തൊട്ട് പ്രേമിച്ച ഉടനെ സെക്ഷൽ റിലേഷൻഷിപ്പിന് ആവശ്യപ്പെടുമ്പോൾ പ്രേമത്തിൽ അതിൻ്റെ ആവശ്യമില്ല, ഒരു കാരണവശാലും ആവശ്യമില്ല. പെൺപിള്ളേർ വഴങ്ങി കൊടുക്കാതെ അവർ ചോദിക്കുന്ന സമയത്ത് ആൺപിള്ളേർ ചോദിക്കും. താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നീ എനിക്ക് തരാൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാ മൈരയെന്ന് പറയാനുള്ള ബോധം പെണ്ണിന് വേണം. അതിനപ്പുറത്തേക്ക് നീ കാരണം നീ ഇല്ലാതെ പറ്റത്തില്ല. ഇഷ്ടം ഉണ്ടാവും നിൽക്കത്തില്ലേ അവൻ. അത് നിന്റെ ശരീരം തരാതെ നിൽക്കുവാണ്, നീ പോവാന്ന് പറയാം, ഞാൻ പോവാന്ന് പറയാം, അവൻ പിന്നെ എന്ത് ബന്ധമുള്ളത്? അങ്ങനെ പറയുന്നത് പെണ്ണും വഴിക്കും. പക്ഷെ അവിടെയാണ് ആണുങ്ങളുടെ മെടുക്ക് കാര്യം. അവൻ അത് ചോദിച്ച് മേടിച്ചെടുത്തിരിക്കും. പക്ഷെ അതിൽ ഓവർകം ചെയ്യുന്ന രീതി പെൺപിള്ളേർ മാറണം. കൊടുക്കരുത്, സാമ്പത്തികമായിട്ട് കൊടുക്കണം. താല്പര്യമുള്ള സ്ത്രീകളുണ്ടെങ്കിലോ കൊടുക്കണം. എന്റെ ദൈവമേ, നമ്മളിവിടെ നടന്നിട്ടൊന്നും കിട്ടിയില്ല. ശരിയപ്പോ അല്ലാതെ അത് കൊള്ളാലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. പെണ്ണിന് താല്പര്യം ഉണ്ടെങ്കിലോ? അതല്ല ഞാൻ ചോദിച്ചത്. അതിന് കൊടുക്കണം. അത് ഞാനിപ്പോ കണ്ടത്, ഇപ്പം എനിക്കറിയില്ല, ഇപ്പൊ പൊതുവെ ഗേൾസിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഗേൾസ് ഒരുപാടുണ്ട്. അപ്പോ അത് ഉണ്ടെന്ന് പറയുന്നില്ല, എന്റെ അടുത്ത് വരുന്നില്ല ഒന്നും. എന്റെ അടുത്ത് കുറെ ആണുങ്ങൾ വരും, എന്നിട്ട് മെസ്സേജ് അയക്കും, ചേട്ടൻ ജിമ്മിൽ പോവാറുണ്ടോ, 6 പാക്ക് ഒന്ന് കാണിക്കോ, ചെസ്റ്റ് ഒന്ന് കാണിക്കോ, ബൈസ് ഒന്ന് കാണിക്കോ, റൂം എടുത്താ വരുവോ. ഇത് ആണുങ്ങൾ മാത്രം. പെണ്ണുങ്ങൾക്ക് എന്താ വന്നാല് ഇൻട്രസ്റ്റ് ഉള്ള പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഒരെണ്ണം വരുന്നില്ല. ചുമ്മാതെ ഇത് മൊത്തം ശരി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? ഇന്നലെ മെനങ്ങാൻ തൊട്ട് വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങി. വൈൻഡപ്പ് ചെയ്ത് എന്താ വിജയഗാഥ എന്നല്ല പറയുന്നത്, എന്താ ജീവിതഗാഥ ഇവിടെ വരെ എത്തി. ഞാൻ പക്ക ഫേക്കാ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ല. എവിടെ അങ്ങനെ നിക്കണമെന്ന് എനിക്കറിയാം. ബിഗ് ബോസ് മെറ്റീരിയൽ ആണല്ലേ? അല്ലല്ലേ, ബിഗ് ബോസ് കിട്ടിയ പോവോ? വേറെ പണിയൊന്നും ഇല്ല. അങ്ങനൊക്കെ ഭയങ്കര പാടാ, നമ്മൾ വിചാരിക്കുന്നിട്ടൊന്നുമല്ല. എനിക്ക് ഞാൻ എന്തിനു ബിഗ് ബോസിൽ പോകണം? ബിഗ് ബോസ് എന്റെ കൂടെ കളിക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ ഹീറോയിസം.
ശരിയെങ്കിൽ ഇനി ഇത് ഈ ടോപ്പിക്ക് ഞാൻ ഇട്ട് കൊടുത്താൽ ഇനി അടുത്ത 2 മണിക്കൂർ പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് ഈ കഥ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അവസാനിച്ചിട്ട് നന്ദി നമസ്കാരം പറഞ്ഞ താങ്ക് യു സോ മച്ച്. ഇതുവരെ എന്നെ സഹിച്ചെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തരത്തിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിൽ തന്നെ വെച്ചോ, മാറ്റണ്ട. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് മാറ്റണ്ട, മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടത് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.